എന്തായിടി കാര്യങ്ങൾ? ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി ഷർട്ട് ബട്ടൺ ഓരോന്നായി തിരക്കിട്ടൂരുന്നതിനിടയിൽ അയാൾ അവളോട് പരുക്കൻ രീതിയിൽ ചോദിച്ചു. നെഞ്ചിൽ ഒരു കടന്നൽ കൂടിളകിയതുപോലെ അവൾക്ക് തോന്നി. വിവാഹം കഴിഞ്ഞ് 3 വർഷമായി. സ്ത്രീധനം കുടിശ്ശികയുണ്ട്. ആഴ്ചയിൽ 2 വട്ടം ഡയാലിസിസ് ചെയ്യുന്ന അച്ഛൻ ഇനി എങ്ങനെ ആ കടം വീടാനാണ്? ഡി, നിന്നോടാണ് ചോദിച്ചത്. എന്തായി? എന്തു പറഞ്ഞു ആ തെണ്ടികൾ? ഏട്ടാ, അച്ഛനും അമ്മയുമാണ്, അങ്ങനെയൊന്നും പറയരുത്. ഓഹോ, 3 വർഷമായി വന്നു കയറിയിട്ട് ഇതുവരെ എനിക്കൊരു കുഞ്ഞിനെ തരാൻ നിനക്ക് പറ്റിയോ? ഇല്ലല്ലോ. പിന്നെ എനിക്ക് തരാനുള്ള കാശുമില്ല. എന്നിട്ടിപ്പോൾ നീ എന്നെ ഞാനെങ്ങനെ പറയണം എന്നുകൂടി പഠിപ്പിക്കുന്നോ? ഏട്ടാ, സ്ത്രീധനമല്ലേ? ഏട്ടൻ കടം കൊടുത്ത കാശൊന്നുമല്ലല്ലോ. അച്ഛന് വയ്യ, അതല്ലേ? അയാൾ ഊരിയെറിഞ്ഞ ഷർട്ട് കയ്യിൽ ഒതുക്കിപ്പിടിച്ച് അവൾ ചോദിച്ചു. തർക്കുത്തരം പറയുന്നോടി ചൂലേ. കഴുത്തിനു പിന്നിൽ പിടിച്ച് അയാൾ അവളുടെ തല ഭിത്തിയിൽ ആഞ്ഞിടിച്ചു. ക്യാഷ് എങ്ങനെ വാങ്ങണം എന്നെനിക്കറിയാം. നിലത്ത് വീണ് കിടന്ന അവളെ അയാൾ ചെകിട്ടത്തടിച്ചു. നടുവിന് ആഞ്ഞു ചവിട്ടി. ഈ സമയം പുറത്ത് വരാന്തയിൽ അയാളുടെ അമ്മ കണ്ടുകൊണ്ടിരുന്ന സീരിയലിൽ അമ്മ മകളോട് പറയുന്നുണ്ടായിരുന്നു, ഭർത്താവാണ്, സഹിക്കണം. കലിപുണ്ട അയാൾ ഭിത്തിയോട് ചേർത്ത് വെച്ച് അവളുടെ കഴുത്തു ഞെരിച്ചു. ഇപ്പൊ ഇറങ്ങിക്കോണം നീ. ഇനി ഞാൻ പറഞ്ഞ ക്യാഷ് എനിക്ക് കിട്ടിയിട്ട് മതി നീ എൻ്റെ ചിലവിൽ കഴിയുന്നത്. അവളുടെ നിലവിളികൾ ആരും കേട്ടില്ല. പിടിച്ചു വലിച്ച് അയാൾ അവളെ വീടിന് പുറത്തിറക്കി. ചെല്ലു നിന്റെ വീട്ടിൽ, അല്ലെങ്കിൽ ഇന്നാ നിന്റെ ഫോൺ വിളിക്ക്. എൻ്റെ ക്യാഷിൻ്റെ കാര്യം ഉറപ്പിച്ചിട്ടേ ഇനി ഒരു മച്ചിയെ ഞാൻ ചുമക്കുന്നുള്ളൂ. വീണുകിടന്ന അവൾക്ക് മുന്നിലേക്ക് അവളുടെ മൊബൈൽ വലിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ അലറി. എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് അവൾക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു. കുനിഞ്ഞുകൂടി ആ മുറ്റത്തിരുന്ന അവൾ പെട്ടെന്നാണ് ഒരു ഞരക്കം കേട്ടത്. ഞരങ്ങി മൂളിയുള്ള ശ്വാസമാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ മെല്ലെ നടന്നു. ദേഹമാസകലം നുറുങ്ങുന്ന വേദനയിലും ശബ്ദം കേൾക്കുന്ന ഇടത്തേക്ക് അവൾ നീങ്ങി. പറമ്പിന്റെ അങ്ങേയറ്റത്ത് ആകാശമുട്ട ഉയർന്ന് ഉണങ്ങി വരണ്ട ഇലകൾ കിളിർക്കാത്ത ഒരു കരിവേലകം. അതിനു മുന്നിൽ എന്തോ ഒരനക്കം. കയ്യിൽ മുറുക്കെ പിടിച്ചിരുന്ന ഫോണിൻ്റെ ലൈറ്റ് മെല്ലെ കരിവേലകത്തിന് നേരെ ഉയർത്തുമ്പോൾ വല്ലാത്ത ഒരു വിറയിലുണ്ടായിരുന്നു അവൾക്ക്. അടിമുടി ചോരയിൽ കുളിച്ച നഗ്നയായ ഒരുവൾ അവൾക്ക് മുന്നിൽ നിവർന്നു നിന്നിരുന്നു. രക്തത്തിൽ പൊതിഞ്ഞിരുന്ന അവളുടെ പല്ലുകൾക്കിടയിൽ എന്തോ ഒന്നുണ്ടായിരുന്നു. പുറകിൽ കരിവേലകവും തൊട്ടുമുന്നിൽ രക്തത്തിൽ കുളിച്ച ദേഹമാസകലം മുറിവുകളുള്ള ഒരുവളും. അതിനു മുന്നിൽ വെട്ടം തെളിയിച്ച് ഫോൺ നീട്ടിപ്പിടിച്ച് അവളും നേർരേഖയിൽ നിന്നു. ശരീരം മുഴുവൻ തീ പടരുന്നത് പോലെ അവൾക്ക് തോന്നി. തലയിൽ ഒരു ചുറ്റിക ആഞ്ഞടിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. സ്ത്രീരൂപം പല്ലുകൾക്കിടയിൽ ഉണ്ടായിരുന്നത് അവളുടെ മുന്നിലേക്ക് തുപ്പി. അരണ്ട വെളിച്ചം അതിനു നേരെ അവൾ നീട്ടിപ്പിടിച്ചു. രക്തത്തിൽ കുളിച്ച ഒരു വിരൽ അവൾക്ക് മുന്നിൽ കിടന്നു. അവൾ കുനിഞ്ഞു. ആ വിരൽ തൻ്റെ കയ്യിലെടുത്തു. മുഖവും കണ്ണുകളും ചുവന്നു തുടിച്ചു. അഴിഞ്ഞുകിടന്ന മുടി അവൾ വാരിക്കെട്ടി. കയ്യിലെടുത്ത വിരൽ അവൾ മുറുക്കെ പിടിച്ചു. കറുത്തിരുണ്ട ഒരു മേഘത്താൽ ചന്ദ്രൻ മൂടപ്പെട്ടു. ഇരുളിനേക്കാൾ ഇരുണ്ട ഒരു ഇരുട്ട് അവിടമാകെ പടർന്നു. കരിവേലകം കണ്ണു തുറന്നു. തീ പോലെ ജ്വലിച്ച 6 കണ്ണുകൾ. പിന്നിൽ കരിവേലകം ഉയർന്നു നിന്നു.